IG ലക്ഷ്മണയുടെ പോലീസ് വാഹനം അതിഥികളെ സൽക്കരിക്കാൻ പോയ വാർത്ത പ്രേക്ഷകർ കണ്ടല്ലോ. ആ വാർത്തയോട് ഒരുപാട് നല്ല പ്രതികരണമാണ് വന്നത്. ഇങ്ങനെ സർക്കാർ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരെ കുറിച്ചുള്ള അന്വേഷണ പരമ്പര നമ്മൾ തുടരുകയാണ്. ഇതിലേറ്റവും നിർണായകമായത് ഈ ലക്ഷ്മണ തൻ്റെ ഔദ്യോഗിക വാഹനം, അതായത് പോലീസ് ട്രെയിനിങ് കോളേജിൽ ഉപയോഗിക്കുന്ന പോലീസ് വാഹനം വിട്ടുകൊടുത്ത് സഹായിക്കുക മാത്രമല്ല ചെയ്തത്, വേറെയും ചില കാര്യങ്ങളുണ്ട്. ഇന്ന് റിപ്പോർട്ടർ അതിന് പിന്നാലെയാണ്. റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ. IG ലക്ഷ്മണയുടെ അതിഥികളുടെ താമസവും അനധികൃതമായി പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കായി മാറ്റിവെച്ചിരിക്കുന്ന മുറിയാണ് IG അതിഥികൾക്കായി വിട്ടുകൊടുത്തത്. ഈ മാസം 9, 10 തീയതികളിൽ 8 അതിഥികളാണ് ഉണ്ടായിരുന്നത്. പോലീസ് അകമ്പടിയോടെ IG-യുടെ അതിഥികൾ ആഴിമല, കോവളം, പൂവാർ എന്നിവിടങ്ങളിൽ പോലീസ് വാഹനത്തിൽ കറങ്ങുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. റാഹി സുഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹി സുഷീദ്, ഈ IG ലക്ഷ്മണ ഒരു ചെറിയ പുള്ളിയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മോൻസൺ മാവുങ്കൽ കേസിൽ വന്ന് പെട്ടപ്പോഴേ നമ്മൾ ഒന്ന് നോക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇയാൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ഔദ്യോഗിക വാഹനം സർക്കാരിന്റെ നികുതിപ്പണത്തിൽ, ജനങ്ങളുടെ നികുതിപ്പണത്തിൽ ഡീസൽ അടിച്ച് അയാളുടെ ബന്ധുക്കൾക്ക് കറങ്ങാൻ വേണ്ടി വിട്ടുകൊടുക്കുക. മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളും ഔദ്യോഗിക സംവിധാനങ്ങളുമെല്ലാം ബന്ധുക്കൾക്ക് ആതിഥേയത്വത്തിന് വേണ്ടി കൊടുക്കുക. 2-2.25 ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥനല്ലേ? സ്വന്തമായിട്ട് അവിടെ ഹോട്ടലിൽ റൂം എടുത്ത് കൊടുത്താൽ എന്താ? ഇയാളുടെ ബന്ധുക്കളെയും അനധികൃതമായിട്ടാണോ ഇയാൾ നാട് കാണിക്കാൻ കൊണ്ടുവരുന്നത്? റാഹി സുഷി, അരുൺ, ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പോലീസ് ട്രെയിനിങ് കോളേജിലെ IG ഇന്നലെ നമ്മൾ വിഷ്വലിൽ എടുത്തത് ചെറിയൊരു സംഭവം മാത്രമാണ്. അതല്ലാതെ നിരവധി തവണ ബന്ധുക്കളെയും മറ്റും ഗസ്റ്റുകളായി കൊണ്ടുവരുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന പോലീസ് ട്രെയിനിങ് കോളേജിൽ ഏതാണ്ട് 20ഓളം മുറികളുണ്ട്. 20ഓളം മുറികൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള മുറികളാണ്. മറ്റ് ജില്ലകളിൽ നിന്ന് മറ്റ് ആവശ്യങ്ങൾക്ക് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഇതിനകത്ത് താമസിക്കാൻ പറ്റും. 20 മുറികളിൽ 3 മുറികൾ ഏതാണ്ട് മിക്ക ദിവസവും IG-യുടെ ഗസ്റ്റുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 9-ാം തീയതിയും 10-ാം തീയതിയും, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും IG-യുടെ 8 ഗസ്റ്റുകളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. 401, 402, 403 ഈ 3 മുറികൾ AC മുറികളാണ്. ഈ 3 മുറികളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, ആ 2 ദിവസവും അവർ പൂവാറും ആഴിമലയും വിഴിഞ്ഞവും കറങ്ങാൻ വേണ്ടിയും പോയിട്ടുണ്ട്. ആദ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും രണ്ടാമത്തെ ദിവസം നിസാമുദ്ദീൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയുമാണ് ഒപ്പം വിട്ടത്. ആദ്യ ദിവസം അജീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും രണ്ടാമത്തെ ദിവസം നിസാമുദ്ദീൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഒപ്പം വിട്ടത്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഭക്ഷണം കഴിച്ച PTCയുടെ മെസ്സിൽ നിന്ന് ചില സമയങ്ങളിൽ IG ലക്ഷ്മണയുടെ അതിഥികൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതിന്റെ ബില്ല് പോലും, അതായത് ഒരു ഭക്ഷണം കഴിച്ചാൽ എത്ര ബില്ല് വരുമെന്നറിയാം, ആ ബില്ല് പോലും കൊടുക്കാതെയാണ് IG ലക്ഷ്മണയുടെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും, അതായത് 9-ാം തീയതിയും 10-ാം തീയതിയുമുള്ള അതിഥികൾ പോയത്. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ച 2 അതിഥികൾ ആദ്യ ദിവസം താമസിച്ചത് ഇവിടെയാണ്. അതിനുശേഷം നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പിറ്റേ ദിവസം ഇവിടെ നിന്ന് പെട്ടിയും കിടക്കയും എടുത്ത് അവർ പുറത്തേക്ക് പോവുകയായിരുന്നു. IG-യുടെ ഔദ്യോഗിക വസതിയിലാണ് അവർ 2-ാമത്തെ ദിവസം താമസിച്ചിരുന്നത്. ആ തരത്തിൽ A to Z കാര്യങ്ങളിൽ കൃത്രിമത്വം കാണിച്ച്, കള്ളത്തരം കാണിച്ച് അധികാര ദുർവിനിയോഗം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് IG ലക്ഷ്മണ എന്നാണ് നമുക്ക് കിട്ടുന്ന തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുക. ഡോക്ടർ അനുപമ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ IG ലക്ഷ്മണ എല്ലാ ലക്ഷ്മണ രേഖയും ലംഘിച്ചു എന്ന് തന്നെ പറയാം. വാഹനം ദുരുപയോഗം ചെയ്യുന്ന കാര്യത്തിൽ, ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും IG ലക്ഷ്മണയ്ക്കെതിരെ നടപടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇത് ഇങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നാട്ടിൽ നിന്ന് കേരളം കൊണ്ടുവരാൻ വേണ്ടി, കേരളം കാണാൻ വേണ്ടി IG ലക്ഷ്മണന്റെ ബന്ധുക്കൾ വരുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളെല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന നാടാണ്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ എടുത്ത് ദുരുപയോഗം ചെയ്യുന്ന രീതി അത്ര ശരിയല്ല എന്ന് മാത്രമാണ് നമുക്ക് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്. അത് കേരളം പൊറുക്കില്ല. കേരളമെന്നല്ല, നമ്മുടെ രാജ്യത്ത് ആരും പൊറുക്കാൻ സാധ്യതയുമില്ല.